2025-2030 വർഷത്തേക്കുള്ള ഷൊർണൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് പി നിർമ്മലയെ തെരഞ്ഞെടുത്തു. CPM-ന്റെ 17 വോട്ടുകൾ ലഭിച്ചതോടെയാണ് ആകെ 18 വോട്ടുകൾ കരസ്ഥമാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മല ഇത്തവണത്തെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ ഷൊർണൂരിൽ LDF-ന്റെ ഭരണം തുടരും. രാവിലെ 10:30 റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് പി നിർമ്മലയെ CPM-നൊപ്പം നിർത്തിയതോടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPM-ലെ സൗമ്യ നിർദ്ദേശിക്കുകയായിരുന്നു. അനുരാജ് പിന്താങ്ങിയതോടെ പി നിർമ്മല ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചു. 12 അംഗങ്ങളുള്ള BJP-ക്കായി അഡ്വക്കേറ്റ് സിനി മനോജ് മത്സരിക്കാനെത്തിയപ്പോൾ 5 അംഗങ്ങളുള്ള കോൺഗ്രസിനായി ടി സീനയാണ് മത്സരരംഗത്ത് വന്നത്. ആകെ 18 വോട്ടുകൾ നേടിയ പി നിർമ്മലയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ആകെ വോട്ടുകൾ എന്ന് പറയുന്നത് 12+5 17 ആണ്. അതിനേക്കാൾ കൂടുതൽ വോട്ട് അഡ്വക്കേറ്റ് നിർമ്മല പി എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അഡ്വക്കേറ്റ് നിർമ്മല പി തെരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിച്ചു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ ചെയർപേഴ്സണായി പി നിർമ്മല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് നിർമ്മല പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പി നിർമ്മലയെ നേതാക്കളായ MR മുരളി, S കൃഷ്ണദാസ്, ND ദിൻഷാദ്, P സിന്ധു തുടങ്ങിയവർ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. ഇതിന് പിന്നാലെ പി നിർമ്മലയെ ADS-ന്റെയും CDS-ന്റെയും നഗരസഭാ സെക്രട്ടറിയുടെയും അഭിനന്ദനവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.